Now let's see about the clinical manifestations of cleft lip and cleft palate. So as we know, there would be the presence of a fissure or a cleft beneath the nose. So cleft lip അല്ലെങ്കിൽ cleft palate ഉണ്ടെങ്കിൽ മൂക്കിൻ്റെ താഴെയായിട്ട് ഒരു വിടവ് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫിഷർ കണ്ടെന്ന് വരാം. ഇനി ക്ലെഫ്റ്റ് പാലറ്റ് ആണെങ്കിൽ നമ്മുടെ പാലറ്റിൻ്റെ ആ ഒരു പോർഷൻ്റെ നടുവിലായിട്ട് there can be an opening. Cleft lip and cleft palate, it may be either unilateral or bilateral. ഒന്നെങ്കിൽ ഒരു സൈഡിലോ അല്ലെങ്കിൽ രണ്ട് സൈഡിലോ ആയിട്ട് കാണാം. Unilateral, the cleft is present below the center of one nostril. So ഒരു നോസ്ട്രിലിൻ്റെ നടുവിലായിട്ടാണ് ഈ യൂണിലാറ്ററൽ ക്ലെഫ്റ്റ് കാണപ്പെടുന്നത്. Bilateral cleft is present beneath both nostrils. So നമ്മളുടെ രണ്ട് നോസ്ട്രിൽസിൻ്റെയും നടുവിലായിട്ട് രണ്ട് ക്ലെഫ്റ്റ് കാണപ്പെടുന്നതാണ് ബൈലാറ്ററൽ. സോ യു വിൽ ബി ക്ലിയർ വെൻ യു സീ ദ പിക്ചർ. ഈ ഒരു പടം നോക്കിയിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ നോർമൽ ലിപ്പ്. രണ്ടാമത്തെ പടത്തിൽ ഒരൊറ്റ സൈഡിൽ അല്ലെങ്കിൽ ഒരു നോസ്ട്രിലിൻ്റെ നടുവിലായിട്ടാണ് ആ ക്ലെഫ്റ്റ് കാണപ്പെടുന്നത്. സോ ദിസ് ഇസ് യൂണിലാറ്ററൽ ക്ലെഫ്റ്റ്. മൂന്നാമത്തെ പടം നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് നോസ്ട്രിലിൻ്റെയും നടുവിലായിട്ട് രണ്ട് ഓപ്പണിംഗ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ബൈലാറ്ററൽ ക്ലെഫ്റ്റ്. പാലറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് നോർമലി ഒരു പാലറ്റ് ഉണ്ടാവുക. രണ്ടാമത്തെ പടത്തിൽ പാലറ്റിൻ്റെ നടുവിലായിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട്. സോ ദിസ് ഇസ് ക്ലെഫ്റ്റ് പാലറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലെഫ്റ്റ് പാലറ്റ് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ക്ലെഫ്റ്റ് ലിപ്പിൻ്റെ ഒപ്പമോ കാണാം. So here there is a unilateral cleft lip and a cleft palate. ഈ ഒരു പടം നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ട്. സോ ദിസ് ഇസ് എ ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് എ ക്ലെഫ്റ്റ് പാലറ്റ്. സോ പടത്തിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ the rest of the manifestations. The other manifestations are: the defect may vary from a slight indentation in the lip to an open cleft which is a complete fissure extending into the nostrils. So ചിലപ്പോൾ ഡിഫക്റ്റ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആവാം. ചുണ്ടിൻ്റെ അവിടെ ഒരു ചെറിയ മുറിവ് മാത്രമായിരിക്കും ഉണ്ടാവുക. സംടൈംസ് ഇറ്റ് മേ ബി വെരി എക്സ്റ്റെൻറ്റീവ് ആൻഡ് ഇറ്റ് മേ എക്സ്റ്റെൻഡ് അപ് ടു ദ നോസ്ട്രിൽസ്. നമ്മൾ പടത്തിൽ കണ്ട പോലെ തന്നെ കംപ്ലീറ്റ് ഫിഷർ നോസ്ട്രിലിൻ്റെ അവിടെ വരെ എത്തി നിൽക്കുന്ന ഒരു ഫിഷറും ആവാം. ക്ലെഫ്റ്റ് പാലറ്റ് may occur in the hard palate or the soft palate. If the palate is not diagnosed at birth, feed may come out through the nose, which is the first sign. So പലപ്പോഴും കുട്ടിയുടെ വായ്ക്കുള്ളിലെ ആ ഒരു ഡിഫക്റ്റ് ആ ഒരു ബർത്തിൻ്റെ ടൈമിൽ നമ്മൾ നോട്ടീസ് ചെയ്തെന്ന് വരില്ല. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കുട്ടി കുടിക്കുന്ന പാല് മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ വെളിയിലേക്ക് വരുമ്പോഴാവാം. If the malformation is severe, the baby won't be able to suck effectively. So നമ്മൾ സക്ക് ചെയ്യുമ്പോൾ വായ്ക്കുള്ളിൽ ഒരു വാക്യൂം ഫോം ചെയ്യണ്ടേ. അപ്പോൾ ഇവരുടെ വായ്ക്കുള്ളിൽ ഒരു വലിയ ഫിഷർ ഉള്ളതുകൊണ്ട് അവർക്ക് ആ ഒരു വാക്യൂം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കണ്ടു വരാം. So these are the clinical manifestations: presence of a fissure or a cleft beneath the nose. It may be either unilateral or bilateral. Unilateral cleft is present below the center of the one nostril. Bilateral cleft is present beneath both nostrils. The defect may vary from a slight to a very severe defect. Cleft palate may occur in the hard palate or the soft palate. If the cleft palate is not diagnosed at birth, the first sign is feed coming out through the nose. If the malformation is very severe, the child won't be able to suck effectively. ഇനി ഈ ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ടായാൽ നമുക്ക് എന്താണ് കുഴപ്പം? What are the consequences of cleft lip and cleft palate?
So there can be immediate consequences and long-term consequences. The immediate consequences are, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വായ്ക്കുള്ളിൽ അല്ലെങ്കിൽ മൂക്കിൻ്റെ അവിടെ ഒരു വലിയ ഫിഷർ ഉണ്ട്. എന്താ പറ്റുക? കുട്ടി ഫീഡ് ചെയ്യുമ്പോൾ ആ സാധനങ്ങൾ മൂക്കിൻ്റെ ഉള്ളിലേക്ക് ആസ്പിറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ദ ഫസ്റ്റ് ഇസ് ദർ ക്യാൻ ബി ആസ്പിറേഷൻ ഓഫ് ദ ഫീഡ്. പിന്നെ ഓവറോൾ ആയിട്ട് ആ ഒരു വാക്യൂം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ദ ചൈൽഡ് ക്യാൻ ഹാവ് ഫീഡിങ് പ്രോബ്ലംസ് ഓൾസോ. സോ ദീസ് ആർ ദ ഇമ്മീഡിയറ്റ് കോൺസിക്വൻസസ്. എന്തൊക്കെയാ? ആസ്പിറേഷൻ ഓഫ് ഫീഡ്സ് ആൻഡ് ഫീഡിങ് പ്രോബ്ലംസ്. രണ്ടാമത്തെയാണ് ലോങ് ടേം കോൺസിക്വൻസസ്. സോ ഇൻ ലോങ് ടേം കോൺസിക്വൻസസ് നമ്മളുടെ സൗണ്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? വിൽ ഹാവ് എ ഡിഫറെൻറ്റ് സൗണ്ട്. മൂക്കി കൂടെ സംസാരിക്കുന്ന പോലെ തോന്നും അല്ലേ? സോ ദാറ്റ് ഈസ് യെറ്റ് അനദർ കോൺസിക്വൻസസ്. ദർ ക്യാൻ ബി സ്പീച്ച് ഡിഫിക്കൽട്ടീസ്. പിന്നെ ഇങ്ങനെ ക്ലെഫ് പാലറ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ എന്താ പാലറ്റിന്റെ നടുവിലൂടെ വലിയ വെട്ട വരിക അല്ലേ? അപ്പൊ എന്താ, ഒരു സൈഡിലെ പല്ല് വേറൊരു തരത്തിലും മറ്റേ സൈഡിലെ പല്ല് വേറൊരു തരത്തിലും ഇരിക്കും അല്ലേ? സോ ദിസ് ഇസ് നോൺ ആസ് മാൽ ഒക്ലൂഷൻ ഓഫ് ടീത്ത്. ടീത്തിന്റെ അലൈൻമെന്റ് പ്രോപ്പർ ആവില്ല. ആൻഡ് ദിസ് മേ റിസൾട്ട് ഇൻ മാൽ ഒക്ലൂഷൻ ഓഫ് ടീത്ത്. ഇനി ഇവർക്ക് ഈ ഒരു ചെവി ഈ വായുടെ അടുത്തായതുകൊണ്ടും ആസ്പിറേഷൻ്റെ സമയത്ത് ഫീഡ് ചിലപ്പോൾ ചെവിയിലേക്ക് ആസ്പിറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടും ദർ ക്യാൻ ബി ഹിയറിംഗ് പ്രോബ്ലംസ്. ഹിയറിംഗ് പ്രോബ്ലംസ് നേരിട്ട് അങ്ങനെയല്ല ഉണ്ടാവുക. ദർ ക്യാൻ ബി റിക്കറൻറ്റ് ഓട്ടൈറ്റിസ് മീഡിയ due to the abnormality in the eustachian tube, and finally it may result in hearing problems. So hearing problems usually is found in those children who are having cleft palate. In them there will be recurrent otitis media, and this results due to the aspiration of the saliva as well as the feed contents into the middle ear due to the abnormality in the eustachian tube. The next is impaired body image. ഇവര് വലുതാവുന്ന ഒരു കൗമാര പ്രായത്തിലൊക്കെ വിൽ ബി വെരി കൺസേൺഡ് അബൌട്ട് അവർ ലുക്സ് അല്ലേ? ഇപ്പോഴത്തെ നിങ്ങളെ കുട്ടികളെ പോലെയൊക്കെ നോക്കുകയാണെങ്കിൽ മുഖത്തൊരു ചെറിയ മുഖക്കുരു വരുമ്പോൾ തന്നെ വിൽ ബി വെരി അപ്സെറ്റ് അല്ലേ? അപ്പോൾ അങ്ങനത്തെ ആ ഒരു പ്രായത്തിൽ ഇത്രയും വലിയൊരു ഡിഫക്റ്റ് മുഖത്ത് കാണുകയാണെങ്കിൽ how will be the psychological impact of this children? So they'll have disturbed body image, parental anxiety. So ഇങ്ങനെയുള്ളൊരു കുട്ടീനെ എങ്ങനെ വളർത്തും എന്ന് പാരൻസിന് they will have a lot of anxiety. There can be recurrent infections, especially respiratory and ear infections. So these are the long-term consequences. There can be speech difficulties, there can be malocclusion of teeth, hearing problems, impaired body image, parental anxiety and recurrent infections. So ഈ ഒരു ചാർട്ടിൽ നമ്മളുടെ ക്ലെഫ് പാലറ്റ് മൂലം ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ക്ലെഫ് പാലറ്റ് ഉണ്ടാവുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവുക. വൺ ഇസ് ഇൻസഫിഷ്യൻറ്റ് സക്ലിംഗ്. ബേബിക്ക് വാക്യൂം വായ്ക്കുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ദ ബേബി വോണ്ട് സക്ക് പ്രോപ്പർലി. രണ്ട്, ഈ ബേബി സക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഫീഡ് മേ എസ്കേപ്പ് ഔട്ട് ഇൻ ടു ദ നോസ് ആസ് വെൽ ആസ് ഇൻ ടു ദ ഇയേഴ്സ്. സോ ഇങ്ങനെ ആസ്പിറേഷൻ ഉണ്ടാവുമ്പോൾ ദർ ക്യാൻ ബി ടു അതർ പ്രോബ്ലംസ്, which is aspiration of the feed. There can be nasal regurgitation or coming out of the feed through the nose. This may result in coughing and choking. ഇനിയിപ്പോൾ ഇൻസഫിഷ്യൻറ്റ് സക്ലിംഗ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ബേബി എത്രമാത്രം ഫീഡ് ചെയ്യാൻ ശ്രമിച്ചാലും the baby would have difficulty. This may result in fatigue. Finally, the baby will have irritability. There can be inadequate milk intake. This results in hunger. There can be excessive swallowing of air. This may result in abdominal distension, vomiting and poor weight gain. So these are the problems mainly